ഹലോ, ഇന്ന് നമുക്ക് പേളി മാണിയുടെ മുട്ടച്ചുരുട്ട് കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അത് വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അതായത് ഇങ്ങനെ മുട്ട പരിപ്പും കൂടി ഇട്ടിട്ടുള്ള കറി ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ കറി കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ചട്ടിയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ ഇതിൽ നമുക്ക് ചെറിയൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പൂവും പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അതിലവർ തവിടെണ്ണയാണ് കാണിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് പറ്റാത്ത കാരണം കൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടാ. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഞാൻ പറഞ്ഞോന്തോ, കുരുമുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കളറൊക്കെ മാറൂലേ, ആ ടൈം ആകുമ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത് വറുത്തരച്ച കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ചെയ്യുന്ന കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിനി മുട്ട ഓംലേറ്റ് ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി ചെറുതാക്കിയിട്ട് കുനുകുനായിട്ട് മുറിച്ചിട്ട് അതിലേക്കൊരു 5 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ ചുരുട്ടി എടുക്കണം. അപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ നന്നായിട്ട് വന്നിട്ടില്ല, കാരണം ഫുള്ള് പൊട്ടിയിട്ടാണ് വന്നത്, കിട്ടിയില്ലേനും. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ശരിയായിട്ട് വന്നു കേട്ടോ. കാരണം ചട്ടിയും കൂടെ ഒന്ന് ശരിയാവണം എന്ന് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ദോശക്കല്ല് മറ്റേ ചപ്പാത്തി ഇടുന്ന ദോശക്കല്ലേനും. അപ്പോൾ അതിൽ നിന്നൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദോശക്കല്ല് നല്ല ദോശക്കല്ലാകുമ്പോൾ ശരിയാവും തോന്നുന്നുണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള നീളമനുസരിച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ശരിയായി, കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മസാലക്കറിയൊക്കില്ലേ, അതായത് ചിക്കൻ വറുത്തരച്ച് വയ്ക്കണ അങ്ങനത്തെ കറിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മോന് എല്ലാം ഇഷ്ടമായി. ഇനി ഏട്ടൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ഏട്ടൻ രാത്രിയേ വരുള്ളൂ. അപ്പോൾ ഏട്ടനും കൂടി ഇഷ്ടമാവും നോക്കട്ടെ. കാരണം ഇങ്ങനത്തെ കറികളൊന്നും അങ്ങനെ ഏട്ടനൊന്നും കഴിക്കൂല, അതായത് ടേസ്റ്റ് പറ്റൂല. കാരണം ഇങ്ങനെ മുട്ട ഇങ്ങനെയൊക്കെ ആക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങ വറുത്തരച്ചത് അതിലൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എത്രയാണോ വെള്ളം വേണ്ടത് അതും കൂടെ ഒഴിച്ചിട്ട് പിന്നെ മുട്ട ഇതാക്കിയില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോന് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.